ആയുഷ് വകുപ്പിൻ്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളം ഒട്ടാകെ വയോജനങ്ങൾക്ക് വേണ്ടി വാർദ്ധക്യം ആരോഗ്യകരം ആനന്ദകരം ആയുഷിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെൻറ്റ് അഗസ്റ്റിൻ പാരിഷ് ഹാൾ പഴങ്ങനാട് വെച്ച് നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയുണ്ടായി. ഈ ക്യാമ്പിൽ ഇത് വയോജനങ്ങൾക്ക് പ്രത്യേകമായി നടത്തുന്ന ക്യാമ്പാണ്. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികവുമായ പലവിധ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഒറ്റപ്പെടലിൻ്റേതായ പ്രശ്നങ്ങളും അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നമ്മുടെ വയോജനങ്ങൾ നേരിടുന്നുണ്ട്. സർക്കാരിൻ്റെ ആയുഷ് വയോജനങ്ങൾക്കുള്ള ക്യാമ്പ് ജനിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്യാമ്പുകളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയണത് വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് വയ്ക്കുന്ന ക്യാമ്പുകളുണ്ട്. അതല്ലാതെ എനിക്ക് തോന്നുന്നു വയോജനങ്ങൾക്കല്ല ശരിക്കും ക്യാമ്പ് വയ്ക്കേണ്ടത്. നിലവിൽ ഒരു 35 വയസ്സ് തുടങ്ങി 45-50 വയസ്സുള്ള ആളുകൾക്ക് നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ള ആളുകളെ കണ്ടെത്തുകയായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു ക്യാമ്പായിരിക്കണം എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഒരു ക്യാമ്പ് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും തുടർച്ചയായ പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ള ആളുകൾ തന്നെയായിരിക്കും ഓരോ ക്യാമ്പിലും വരുന്നത്. സ്ഥിരമായിട്ട് അവരുടെ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടായിരിക്കും, എന്നാൽ മരുന്നും കഴിക്കുന്നുണ്ടാകും. പക്ഷേ ഒരു ക്യാമ്പ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ക്യാമ്പായാലും മറ്റേ CHCയുടെ ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുക എന്നുള്ളൊരു രീതിയിൽ മാത്രം പിന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളും ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതശൈലി പണ്ടത്തെ ഉണ്ടായിരുന്നതിൽ ഒത്തിരി മാറ്റം വന്നു. ആ മാറ്റങ്ങളിലൂടെ നമുക്ക് ഇന്നീ പറയുന്ന ഓരോ അസുഖങ്ങളും നമുക്ക് പിടിപെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഹോമിയോ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വരാതിരിക്കാനുള്ള ഓരോ ക്രമീകരണമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഹോമിയോയുടെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തും പഞ്ചായത്തിൻ്റെ ഭാഗത്തും കൂടി നമുക്ക് ഏറ്റവും നല്ലൊരു ക്യാമ്പായിട്ടത് മാറണം. അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ക്യാമ്പുകൾ വയ്ക്കാനായിട്ട് ഓരോ പദ്ധതി പ്രകാരം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവരും സഹകരണം ഉണ്ടാവും. ഈ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് കാണുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. വാർദ്ധക്യം ആനന്ദകരം ആരോഗ്യകരം ആയുഷിലൂടെ, അല്ലേ? നമുക്ക് എല്ലാവർക്കും പ്രായം 60 ആകുമ്പോൾ ആകെയുള്ള സന്തോഷം പെൻഷൻ കിട്ടുമെങ്കിൽ അത് മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു സങ്കടമാണ്. എല്ലാവർക്കും ഒരു 60 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടമാണ്, എനിക്ക് പ്രായമായില്ല എന്നൊരു ചിന്തയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയാൻ 60 വയസ്സൊന്നും വേണ്ട, 40 ആയാലും 45 ആയാലും അസുഖം വന്നാൽ ഒരുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഒരു ചെറിയ ബാല്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ശരിക്കും ഒരു 60 വയസ്സ് തുടങ്ങിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത്. അത് ശ്രീമതി ജെൻസി അച്ചി, നമ്മുടെ വാർഡിലെ ഇടവകയായിട്ട് ബന്ധപ്പെട്ട ശ്രീമതി ജെൻജിസ്, പിന്നെ നമ്മുടെ ഷീബ മെമ്പർ. എനിക്ക് ഒത്തിരി നന്മ ഒത്തിരി ആക്റ്റീവായിട്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ അവസരമാണ് ഈ സ്വാഗതം പറയാന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെമ്പറാണ് ശരിക്കും ഇത് പറയേണ്ടത്. മെമ്പറിനൊരു ആഗ്രഹം വേറൊരു മെമ്പറോട് പറയണമെന്ന് ഞാനിവിടെ കൊണ്ടു വന്നിട്ടില്ല. എൻ്റെ ചടങ്ങിലേക്ക് കിടക്കാം. ഇന്ന് ഇവിടെ നടത്തുന്ന പരിപാടി കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്. ഏവർക്കും മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ 18 ബ്രാഞ്ചസ് ഓൾ ഓവർ എറണാകുളം.